നാരായണ നാരായണ. പീതാംബരം കരവിരാജിതചക്രശംഖകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. കഥാമയും ഭാഗവതാഭിധാനാം ഹരേ തനുന്തേ ചരിതൈസ്ത്വദീയൈ യഥാമതി ത്വൽപരിതോഷകാമസ്തൗമി പ്രസീദാച്യുതാ മാരുതേഷ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. വാഴകുന്നം ഗുരുവരൻ വാസുദേവദ്വിജോത്തമൻ വാതാലയേഷ സൽഭക്തൻ വെൽവൂ വിശ്വൈകവിശ്രുതൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീകൃഷ്ണ ഭഗവാന്റെ ധ്രുവചരിത്രം എന്ന വളരെ പ്രസിദ്ധമായ കഥ നമ്മളിവിടെ വിസ്തരിച്ച് കേട്ടു. നാരദ മഹർഷി ആണ് ആ ഉണ്ണിയെ അച്ഛൻ്റെ മടിയിലിരിക്കാൻ കൊതിച്ച് സാധിക്കാതെ പിണങ്ങിപ്പോയ ഉണ്ണിയെ ലോകത്തിലെ ഏറ്റവും വലിയ അച്ഛൻ, ബ്രഹ്മാവിൻ്റെയും കൂടി അച്ഛൻ ആയ ഭഗവാന്റെ മടിയിലിരിക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അത് പ്രത്യേകം പറയുന്നുണ്ട് ആ ഉണ്ണിയുടെ സ്തുതിയിൽ. സാക്ഷാൽ ബ്രഹ്മാവ് തദംഗേ, യാതൊരു ഭഗവാന്റെ മടിയിലാണോ ഇരിക്കണത് ആ ഭഗവാന്റെ തിരുമടിയിലേക്ക് എന്നെയും സാക്ഷാൽ നാരദ മഹർഷി ഗുരുനാഥൻ കയറ്റിയിരുത്തി എന്ന പാകത്തിന് ഉണ്ണി ഭഗവാന്റെ തിരുമുമ്പിൽ സ്തുതിയിൽ അറിയിച്ചു. അതാണ് കൽപ്പാന്ത ഏതദഖിലം ജഠരേണ ഗൃഹൻ ശേതേ പുമാൻ സ്വദൃക് അനന്തസഖ തദംഗേ എന്നാഭിസിന്ധുരുഹ കാഞ്ചനലോകപത്മഗർഭേ ദ്യുമാൻ ഭഗവതേ പ്രണതോസ്മി തസ്മൈ. ബ്രഹ്മാവിനെ കൂടി മടിയിലിരുത്തിലാളിക്കുന്ന ഭഗവാൻ, ബ്രഹ്മാവ് നാരദനെ മടിയിലിരുത്തിലാളിച്ച കഥ അതിനു മുമ്പ് അനുസ്മരിച്ചതാണല്ലോ. ആ നാരദൻ മടിയിലിരുത്തിലാളിച്ച രണ്ട് കുട്ടികളുടെ കഥയാണ് ഇപ്പോൾ പറയാൻ പോണത്. അതിലൊന്ന് ധ്രുവൻ, ഇനി നമുക്ക് കേൾക്കാം നാളെ സാക്ഷാൽ പ്രഹ്ലാദൻ. അപ്പം നാരദന് മടിയിലിരുത്തിലാളിക്കണമെന്ന് തോന്നാൻ കാരണം ആ ഉണ്ണിക്കുണ്ടായ അച്ഛൻ്റെ മടിയിൽ ചെന്നിരിക്കാൻ സാധിക്കാത്ത സങ്കടമാണ്. പലതവണ ഇവിടെ പ്രാർത്ഥിച്ചത് കേട്ടില്ലേ? കുന്തിദേവിയെപ്പോലെ ഭാഗവതത്തിൻ്റെ മർമ്മം, ഭഗവാന്റെ മർമ്മം, ഭഗവാന്റെ ഹൃദയം, ഭഗവാന്റെ കാരുണ്യം, ഭഗവാന്റെ വാത്സല്യം, ഇതൊക്കെ വേണ്ട പോലെ ചിന്തിച്ച് മനസ്സിലാക്കുന്ന ആളുകൾ അയ്യ അങ്ങനെ പെട്ടെന്ന് ചിലത് അങ്ങോട്ട് ഓർമ്മ വരും, അപ്പോൾ അത് പറയും. അങ്ങനെയല്ലേ കുന്തിദേവി ഭഗവാനോട് ദുഃഖം മതി, ആപത്ത് മതി, ദുഃഖം മതി, ആപത്ത് മതി, സുഖം വേണ്ട, ആപത്തിൽ നിന്നും ഒഴിവാവണ്ട, ആപത്ത് തരണേ കൃഷ്ണ, ദുഃഖം തരണേ കൃഷ്ണ എന്ന് പ്രാർത്ഥിച്ചത്? ഭാഗവതത്തിലല്ലാതെ വേറെ എവിടെയാ ഇങ്ങനൊരു പ്രാർത്ഥന നമുക്ക് കേൾക്കാൻ സാധിക്കുക? നമുക്കറിയാം പൊതു നിയമം, പൊതുജനങ്ങളുടെ ഹൃദയം എപ്പോഴും സുഖത്തിന് വേണ്ടിയേ പ്രാർത്ഥിക്കുള്ളൂ. എന്നാൽ ഭാഗവതത്തിലെ കുന്തിദേവി എന്ന കഥാപാത്രം, ആ വത്സലമാതാവ് ഉണ്ണിയുടെ നെറ്റിയും കവിളും ഒക്കെ തലോടിക്കൊണ്ട് ഉണ്ണിയോട് മുത്തശ്ശി ഒരു കാര്യം പറയട്ടെ അച്ഛൻ പെങ്ങള്, ആപത്ത് തരൂ, സുഖം തരണ്ട, സുഖം വേണ്ട, ദുഃഖം മതി, ദുഃഖം തരൂ. ഇങ്ങനൊരു രംഗം ഭാഗവതം ചിത്രീകരിക്കും എന്നാരും വിചാരിച്ചിട്ടില്ല. അത് ആ അമ്മയ്ക്ക് സ്വന്തമാണ് അല്ലേ? ഇതുപോലെയാണ്
ഭഗവാന്റെ അടുത്തേക്ക് മടിയിലിരിക്കാൻ കൊതിച്ച് പുറപ്പെട്ട ധ്രുവനും കിട്ടിയത് ദുഃഖം വേണം എന്ന് പറഞ്ഞില്ല. പക്ഷേ ഭഗവാൻ തരുന്ന സുഖങ്ങളെ നമ്മളിപ്പോൾ പറഞ്ഞു കേട്ടില്ലേ, 36,000 കൊല്ലം ഈ കിരീടം ചുമന്നുകൊണ്ട് ഞാനിരിക്കണല്ലോ എൻ്റെ പൊന്നു ഈശ്വര ജഗതീശ്വര എന്ന് തോന്നിയെങ്കിൽ അദ്ദേഹത്തിന് ഭഗവാൻ നൽകിയ സുഖാനുഭവങ്ങൾ 36,000 കൊല്ലം 360 എത്ര കൂട്ടിപ്പെരുക്കിയാൽ ആ 36,000 കൊല്ലം ആവാൻ നോക്കൂ. അത് ഇത്രയും വലിയ കനംപ്പെട്ട കിരീടം തലയിൽ വെച്ചുകൊണ്ടിരിക്കണമല്ലോ എന്ന് അദ്ദേഹം അതിനെ അവഗണിക്കുകയുണ്ടായത്. ഭഗവാന്റെ പ്രസാദത്തെയല്ല അവഗണിച്ചത്. ഇങ്ങനൊരു മോഹം കഷ്ടേ എനിക്കുണ്ടായില്ലോ, കഷ്ടേ എനിക്ക് ഇങ്ങനൊരു മോഹം ഉണ്ടായില്ലോ. ഞാൻ എൻ്റെ ഭഗവാനോട് എനിക്ക് ഈ വക പദവികളൊന്നും വേണ്ട എന്ന ആവലാതി പറഞ്ഞില്ലല്ലോ. അതാണത്രേ ദുഃഖം ആയിട്ട് പോന്നത്. അത് വിതുരൻ മൈത്രേയനോട് പ്രത്യേകം ചോദിക്കുന്നുണ്ട്. ഭഗവാനെ കണ്ട് നമസ്കരിച്ച് സ്തുതിച്ച് അനുഗ്രഹം വാങ്ങി പോന്നിട്ട് ദുഃഖിക്കുക എന്താ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? അതേ, ദുഃഖം എന്തിനോടാ ദുഃഖം? ഞാൻ ഭഗവാനോട് സുഖം വേണ്ട, എനിക്ക് അവിടുത്തെ സേവിച്ചാൽ മാത്രം മതി, വേറൊരു സുഖം എനിക്ക് വേണ്ട, എനിക്ക് പദവി വേണ്ട, കിരീടം വേണ്ട, ഒന്നും വേണ്ട ഭഗവാനെ എന്ന് പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഭഗവാൻ തന്നതൊക്കെ എനിക്ക് കിട്ടിയ അനുഗ്രഹമായിട്ട് ഞാൻ കരുതി. അവിടുന്ന് വാത്സല്യം കൊണ്ട് അനുഗ്രഹമാണ് തന്നത് എങ്കിലും ഞാൻ ചോദിച്ചു വാങ്ങിച്ച ശിക്ഷയല്ലേ 36,000 കൊല്ലം ഈ കനം രത്നകിരീടം ഏന്തി നിൽക്കുക. അതാണ് യഥാർത്ഥത്തിലുള്ള അറിവ് ഉണ്ടായ ഒരു കുട്ടിയുടെ പദവി. അതാണ് നമുക്കിപ്പോൾ കുറച്ചു മുമ്പ് കേട്ടുവല്ലോ, ധ്രുവപദത്തിലേക്ക് ചൂണ്ടിക്കാണിച്ച് ഭാഗവതം പറഞ്ഞവസാനിപ്പിച്ചത്. ധ്രുവപദേ മുദിതോയമാസ്തേ, ധ്രുവപദേ മുദിതോയമാസ്തേ. അവിടെ ഒന്നും കൂടി ചേർത്ത്, അത് നമ്മൾ ഇവിടെ കേട്ടതാണ്. മാത്രാസഹ മാത്രാസഹ ധ്രുവപദേ മുദിതോയമാസ്തേ. ഭഗവാന്റെ അനുഗ്രഹം കിട്ടാൻ അമ്മ കുട്ടിക്കാലത്ത് മുതലേ പ്രേരണ നൽകി. നാമം ജപിക്കുമോ സങ്കടം മാറും, നാരായണ എന്ന് സദാ ജപിച്ചാൽ പാപം കെടും, പശുകെടും, വ്യസനങ്ങൾ തീരും, നാവിനുണർച്ച വരും. ഇതൊക്കെ പണ്ടുള്ളവർ, അമ്മമാർ, അച്ഛന്മാർ, അല്ലെങ്കിൽ സഹോദരന്മാർ, ഏട്ടന്മാർ, കാരണവന്മാർ, ഗുരുനാഥന്മാർ നമുക്ക് പറഞ്ഞു തരണതാണ്. അത് കുട്ടിക്കാലം അവർക്ക് ഉരുട്ട് അതും ധ്രുവന് ഉറപ്പായിട്ടുണ്ട്. അമ്മ എപ്പോഴും പറയും, ഉണ്ണി ഭഗവാനെ സേവിച്ചോളൂ, ഭഗവാനെ സേവിച്ചോളൂ, ഭഗവാനെ സേവിച്ചോളൂ. നാന്യം 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 ദദാ പത്മപലാശലോചന ദുഃഖച്ഛിതം. ഉണ്ണിക്ക് വിഷമമില്ലാണ്ടിരിക്കാൻ, സുഖമാവാൻ പന്ത് വേണോ, പമ്പരം വേണോ, കളിപ്പാട്ടങ്ങൾ വേണോ, കൂട്ടുകാർ വേണോ, ഒക്കെ ഭഗവാനോട് ചോദിച്ചോളൂ, ഭഗവാൻ തരും. ഇങ്ങനെ ശ്രീലാകത്തേക്ക് ഭഗവാന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചുവിടാനും പറഞ്ഞില്ലേ, ത്വമേവ മാതാ ച പിതാ ത്വമേവ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ ത്വമേവ സർവം മമ ദേവദേവ എന്നുള്ളിൽ തട്ടി പറയാൻ അമ്മ സുനീതി, നല്ല നീതിബോധത്തിൻ്റെ മഹാറാണി ഉണ്ണിയെ പഠിപ്പിച്ചു. ഉമ്മയുടെ വത്സല മാതാവ്. അവിടെ പട്ടേരിപ്പാട് ക്യാമറ ചൂണ്ടിക്കാണിക്കരുത്. നോക്കൂ 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 നോക്കൂ. മാത്രാസഹ ധ്രുവപദേ മുദിതോയമാസ്തേ, മാത്രാസഹ ധ്രുവപദേ മുദിതോയമാസ്തേ. ഭഗവാന്റെ കാരുണ്യത്തിൻ്റെ ഉറച്ച സ്ഥലം അമ്മയോട് കൂടിയിട്ടാണ്. ഇത് നമുക്ക് ഇന്നത്തെ ലോകത്തിലേക്ക് എടുത്താൽ എല്ലാ അമ്മമാർക്കും ഉള്ള വളരെ വലിയൊരു ക്ലാസ് എടുക്കലാണ് ഈ ചരിത്രം. ഏത്? അമ്മയായാൽ എങ്ങനെ വേണം? സുനീതിയെ പോലെ ആവണം, സുരുചിയെ പോലെ ആവരുത്.
കാരണം ഭഗവാൻ സുരുചിക്ക് ശിക്ഷ കൊടുത്തത് വല്ലാണ്ട് ഉള്ളു തട്ടി ധ്രുവന്. എൻ്റെ അനിയനും മരിച്ചു, അനിയൻ മരിച്ചതിൻ്റെ പേരിൽ ചെറിയമ്മയും മരിച്ചു, ഞാനും അമ്മ ഇങ്ങനെ ഒറ്റയ്ക്ക് സുഖിച്ചിട്ട് എന്താ കാര്യം ഈ കൊട്ടാരത്തിൽ? ഞാൻ ചെയ്യേണ്ടത് ചെയ്തില്ല. ഭഗവാൻ പറഞ്ഞതാണ്, നിൻ്റെ ചെറിയമ്മ മരിക്കും, നിൻ്റെ അനിയൻ മരിക്കും, അനിയനെ യക്ഷന്മാർ കൊന്നു എന്നും പറഞ്ഞ് നീ ബഹളം കൂട്ടിട്ടൊന്നും കാര്യമില്ല, ഞാൻ കൊടുത്ത ശിക്ഷയാണെന്ന് വിചാരിച്ചോ? ഇത്രയൊക്കെ ഭഗവാൻ മുന്നറിയിപ്പ് നൽകി പറഞ്ഞിട്ടും ചെറിയമ്മ മരിക്കാനും അനിയൻ മരിക്കാനും കാരണമായപ്പോൾ ധ്രുവന് ഭരണാധികാരി രാജാവ് എന്നുള്ള നിലയ്ക്ക് അതിനെ ചോദ്യം ചെയ്യേണ്ടി വന്നു. നമ്മൾ കേട്ടുല്ലോ, വൈശ്രവണൻ്റെ മുമ്പിൽ ചെന്ന് നമസ്കരിച്ച് മാപ്പ് ചോദിക്കണം എന്ന് മുത്തശ്ശന് പറയാൻ തോന്നി. അതനുസരിച്ച ഉണ്ണിയായി മാറി ധ്രുവൻ. അപ്പോൾ സുനീതിയുടെ നീതിബോധം, മുത്തച്ഛനായ സ്വയംഭുമനുവിൻ്റെ നീതിബോധം, ഇത് രണ്ടും മാതൃവാത്സല്യത്തോടെ ഇടത്തും വലത്തും നിന്ന് ആ ഉണ്ണിക്ക് തലോടൽ ഏൽപ്പിച്ചിരുന്നു. ഈ മാതൃവാത്സല്യം ഭാഗവതം പറയണു എല്ലാ അമ്മമാർക്കും ഈശ്വരൻ കൊടുത്തിട്ടുണ്ട് ഉള്ളിൽ. പക്ഷേ ആ പല അമ്മമാരും അത് പുറത്തേക്ക് എടുക്കാറില്ല. അതിന് ഭാഗവതം പറയണ പരിഷ്കാരം പല അമ്മമാർക്കും ഇന്നിപ്പോൾ നമുക്കറിയാം, കുട്ടികൾക്ക് മുല കൊടുക്കാൻ മടിയാത്രേ. എന്തൊക്കെ സൗകര്യങ്ങൾ ഗവൺമെൻറ്റിൽ നിന്ന് വരെ ചെയ്തിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനായാലും പാർക്കാണെങ്കിലും എവിടെയായാലും കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടേണ്ടുന്ന സ്ഥലം, കുഞ്ഞുങ്ങൾക്ക് മുല കൊടുക്കേണ്ടുന്നതിൻ്റെ പ്രാധാന്യം ഇംഗ്ലീഷുകാർ വിളിച്ചു പറഞ്ഞപ്പോഴെങ്കിലും ഭാരതത്തിലെ അമ്മമാർക്ക് ബോധ്യമായി തുടങ്ങി എന്ന് പറയേണ്ടി വരുന്നു. എന്തൊരു കഷ്ടത്! എന്തുകൊണ്ട് സുനീതിയുടെ മാതൃവാത്സല്യം നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ മടി വരുന്നു? പരിഷ്കാരം. അവിടേക്കാണ് അമ്മമാരോടും ഭാരത സ്ത്രീകളോടും ഭാഗവതം ധ്രുവചരിത്രം പറയണത്. മാത്രാസഹ ധ്രുവപദേ മുദിതോയമാസ്തേ എന്നൊരു വരി പട്ടേരിപ്പാട് പറഞ്ഞതും അവിടേക്ക് വേണ്ടിയാണ്. എന്തു പറ്റി ഈ അമ്മമാർക്ക് തൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തി ധ്രുവനക്ഷത്രമാക്കി ഉയർത്താൻ കഴിവ് ഉള്ള അമ്മമാർ അതിനു പാകത്തിന് കുഞ്ഞുങ്ങൾക്ക് അമ്മിഞ്ഞപ്പാലിനോടൊപ്പം ഈശ്വര സാക്ഷാത്കാരത്തെ പറഞ്ഞു കൊടുക്കേണ്ടുന്ന അമ്മമാർ എന്തുകൊണ്ട് അതിൽ നിന്നും പിന്മാറണം? അതുകൊണ്ട് ഭാഗവതം ഈ സന്ദർഭത്തിൽ നമുക്ക് അമ്മമാർക്ക് പ്രത്യേകിച്ചും പറഞ്ഞു തന്നത് അതാണ്. അച്ഛനമ്മമാർ, പിതാക്കള് ജഗതപിതരൗ വന്ദേ പാർവതീ പരമേശ്വരവും, പാർവതീ പരമേശ്വരന്മാരെ പോലെ ആവണം. ഇല്ലേ, ദേവകി 6 കുട്ടികൾക്ക് ഒപ്പം മുല കൊടുത്തു എന്ന് പറയണില്ലേ, പാർവതീദേവിയാണത്രേ അതാദ്യം അനുഭവിച്ച അമ്മ. കുമാരസംഭവത്തിൽ പറയണില്ലേ, സുബ്രഹ്മണ്യസ്വാമി അറുമുഖനായത് അതിനു വേണ്ടിയാണ്. എന്തിനു വേണ്ടി? അമ്മ കുഞ്ഞിന് മുല കൊടുക്കുമ്പോഴത്തെ സുഖം നല്ലോണം അനുഭവിക്കട്ടെ എന്ന് 6 മുഖമുള്ള സുബ്രഹ്മണ്യസ്വാമി നിശ്ചയിച്ചു. അമ്മയുടെ മടി കയറിയിരുന്ന് മാറി ചുണ്ട് കൊണ്ട് പട്ടേരിപ്പാട് നാരായണീയത്തിൽ പറയണില്ലേ, മഹദിവാമ്രഫലം കുചമണ്ഡലം പ്രതിചുചൂഷിത. വലിച്ചു കുടിക്കുമ്പോൾ കുറെ കഴിഞ്ഞാൽ ചുണ്ട് വലിച്ചു കുടിച്ചിട്ട് വയ്യാണ്ടാകും. അതെയോ, അപ്പോൾ അടുത്ത മുഖം, അത് കഴിഞ്ഞാൽ അടുത്ത മുഖം. 6 മുഖങ്ങളെ ഒപ്പം വന്ന് പാർവതീദേവിക്ക് എന്തൊന്നില്ലാത്ത ഒരു പദവി കൊടുത്തു ജഗൽപിതാക്കളിൽ. ഈ അമ്മയുടെ മാഹാത്മ്യം നമുക്കൊക്കെ കണ്ടുപിടിക്കാനാണ് അത് അങ്ങനെ പറഞ്ഞത് കാളിദാസൻ. 6 മുഖം കൊണ്ട് അമ്മിഞ്ഞ കുടിക്കുന്നൊരു ഉണ്ണി പാർവതിക്കുണ്ടായെങ്കിൽ ആ അമ്മ നമുക്കും ഭാരതീയ സംസ്കാരത്തിൻ്റെ മാതൃത്വത്തിൻ്റെ മഹത്വം വിളിച്ചു പറഞ്ഞു തരുന്നുണ്ട്. ഇനി അതിന് എതിരായിട്ടുള്ള ഒരമ്മയുടെ കഥയാണ് പറഞ്ഞത്. ഈ പരിഷ്കാരം മൂത്താൽ എന്തൊക്കെയാവും നമുക്ക് ചെയ്യേണ്ടി വരിക നിശ്ചയമില്ല. ഇത് സുനീതിയുടെ കഥ. അടുത്ത് പറഞ്ഞത് സുനീത. വാക്ക് കേട്ടാൽ തന്നെ ഒരു പൊട്ടിത്തെറിയ അല്ലേ? സുനീതി എന്ന ധർമ്മബോധത്തിൻ്റെ അമ്മയും സുനീത എന്ന അധർമ്മബോധത്തിൻ്റെ ഒരമ്മയും താരതമ്യപ്പെടുത്തുക. അമ്മമാരെ പറയാൻ എളുപ്പമുണ്ട് മക്കൾക്ക്.
അമ്മമാരനുഭവിക്കുന്ന വേദന അറിയണില്ല. ഭാഗവതത്തിൽ 1-2 അമ്മമാരെ മാഹാത്മ്യം മുതൽക്ക് സൂചിപ്പിക്കുന്നുണ്ട്. ഗോകർണ പണ്ഡിതോ ജ്ഞാനി ധുന്ധുകാരി മഹാഖല. എന്താ എങ്ങനെയായത്? ഗോകർണൻ്റെ കഥയും ധുന്ധുകാരിയുടെ കഥയും താരതമ്യപ്പെടുത്തി ഭാഗവത മാഹാത്മ്യം പറയാൻ എന്താ കാരണം? ഗോകർണൻ പശുവിൻ്റെ മകനായിട്ട് പശുവിൻ്റെ ചെവിയോടെ ജനിച്ചു. അതുകൊണ്ട് ഗോകർണൻ എന്ന് പേര് വന്നു. മാഹാത്മ്യത്തിൽ നമ്മൾ കേട്ടതല്ലേ ആ കഥ. ഭാഗവതം എന്തിനാ അത് പ്രത്യേകം എടുത്ത് പറഞ്ഞത്? അതോ ധുന്ധുളി എന്ന ധുന്ധുകാരിയുടെ അമ്മ സാധാരണ മാതൃത്വം ഉള്ള അമ്മയല്ല, അത് കാണിക്കാനാണ്. ഈ സുനീതിയുടെ നീതിബോധം അവർക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ അവർ ഒരിക്കലും ഭാഗവതത്തിൽ പറഞ്ഞ പോലെയുള്ള ഒരമ്മയായി അധപ്പതിക്കുമായിരുന്നില്ല. കാശ് കൊടുത്ത് ഉണ്ണിയെ മേടിച്ചു, വളർത്തി വലുതാക്കി. എത്ര വളർത്തി വലുതാക്കിയാലും അമ്മ പറഞ്ഞാൽ കേൾക്കാത്ത ഉണ്ണി. മഹാത്മ്യത്തിൽ അത് ചിത്രീകരിച്ചിട്ട് തന്നെയുണ്ട്. ചാട്ടവാറ് വെച്ചിട്ടുണ്ട് അത്രേ മഹൻ. അവിടെ ഇവിടെ തെണ്ടിത്തിരിഞ്ഞ് മദ്യവും കുടിച്ച് മദ്യം പകർന്നു തരാൻ കുറേ പെണ്ണുങ്ങളെയും കൂട്ടി തൻ്റെ വീടൊരു വേശ്യാലയം പോലെയാക്കി. അമ്മ എന്താ ഉണ്ണി ഇതെന്ന് ചോദിച്ചാൽ കാണിച്ചു തരാം അമ്മേ എന്താന്ന്. പെണ്ണുങ്ങൾക്ക് പറഞ്ഞു, ഞാൻ നിങ്ങളൊക്കെ ഇവിടെ വന്നാൽ നിങ്ങൾക്കൊരു തമാശ കാണിച്ചു തരാം. നീ പറയണതാണ് ഞാൻ എന്നെ പ്രസവിച്ച തള്ള, വളർത്തി വലുതാക്കിയ അമ്മ. അതുകൊണ്ട് ഇവളെ ഞാൻ എന്ത് ചെയ്യണമെന്ന് കണ്ടോളൂ. ലത്തയാ ചുമരുമ്പം തൂക്കിയിട്ടുണ്ട് അത്രേ ചാട്ടവാറ്. അതിങ്ങോട്ട് എടുത്തുകൊണ്ടുവന്ന് മദ്യവും സേവിച്ച് ഈ പെണ്ണുങ്ങളൊക്കെ സന്തോഷമാവാൻ വേണ്ടി അമ്മ ഇങ്ങനെ അടിക്കുക ചാട്ടവാറിനെ. അതിനുള്ള പുണ്യെ ആ അമ്മ ചെയ്തിട്ടുള്ളൂ എന്നല്ലാണ്ട് എന്താ നമുക്ക് പറയാണ്ടാവുക. എന്തായാലും അമ്മയെ ചാട്ടവാരനടിക്കുന്ന മകൻ ധുന്ധുളിയുടെ മകൻ ധുന്ധുകാരി. അത് കാണിക്കാനാണ് ക്രൂരത എത്രമാത്രം ആവാം. അതുപോലെ ഒരമ്മ ഇവിടെ ഉണ്ടായി. ആരുടെ മകൻ അല്ല ആരുടെ അമ്മ? വേനൻ്റെ അമ്മ. വേനൽ എന്നുള്ള ശബ്ദം കേട്ടാൽ നമുക്കൊക്കെ അറിയാലോ. ഓ ചൂട് 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 ചൂട്, വേനൽക്കാലം വേനൽക്കാലം. ആ വേനൽക്കാലത്തിൻ്റെ തീക്ഷ്ണത എത്രമാത്രമാവാം എന്ന് കാണിക്കുന്ന കഥയാണ് പിന്നെ പറഞ്ഞത്. ധ്രുവചരിത്രം കഴിഞ്ഞ് വേനൻ്റെ ചരിത്രം. അംഗമഹാരാജാവ് ആ പരമ്പരയിലെ വളരെ പ്രസിദ്ധനായ മഹാരാജാവായിരുന്നു, മഹാഭക്തോത്തമനായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ പറഞ്ഞ ദുഃഖങ്ങൾ വന്നപ്പോൾ എനിക്ക് ഈശ്വരാനുഗ്രഹം നല്ലോണം ഉണ്ടാവാൻ തുടങ്ങി. എന്താ അത്? എനിക്കിതാ കുരുകുരുത്തം കെട്ട ഒരു മകനുണ്ടായിരിക്കുന്നു. ഗുരുവായൂരപ്പ ഭഗവാനെ സന്തോഷം, കഥപത്യം വരം മന്യേ. അങ്ങനെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ആദ്യം പറഞ്ഞ കുന്തിദേവിയുടെ പ്രാർത്ഥന പോലെ മികച്ച ഒരു പ്രാർത്ഥനയാണ് ഇതും. എന്താ അത്? ആപത്ത് തരണേ ആപത്ത് തരണേ ആപത്ത് തരണേ എന്നുള്ള പ്രാർത്ഥനയ്ക്ക് ലോകത്തിന് മറ്റൊരമ്മമാരും പിന്തുണ കൊടുക്കില്ല. എന്നിട്ടും കുന്തിദേവി അത് പ്രാർത്ഥിച്ചു. അതുപോലെ ഒരച്ഛനും ഇങ്ങനെ പ്രാർത്ഥിക്കില്ല. അങ്ങനെ ഒരച്ഛനെ ഇവിടെ കാണിച്ചു തരണു ഭാഗവതം. നമുക്ക് ആലോചിക്കുക, ഏതമ്മയാവേണ്ടത്, ഏതച്ഛനാ ആവേണ്ടത്? ഇവിടെ എന്താ അച്ഛൻ പറഞ്ഞത്? കഥപത്യം വരം മന്യേ. എനിക്ക് നല്ല മക്കളുണ്ടാവാതിരുന്നത് എത്ര നന്നായി. നല്ല മക്കൾ വേണ്ട ഇനി ഒരച്ഛനും അമ്മയ്ക്കും. ചീത്ത മകനുണ്ടായാൽ മതി, ചീത്ത മകനുണ്ടായാൽ മതി. ആദ്യം പറഞ്ഞ ധുന്ധുളിയെ ചാട്ടവാറിന് അടിക്കുന്ന മകൻ ധുന്ധുകാരി. അതൊക്കെ ഭാഗവതം ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അമ്മയുടെ പേരിൻ്റെ അക്ഷരം മകനുണ്ടാവുക, മകൻ്റെ പേരിൻ്റെ അക്ഷരം അമ്മയുടെ പേര് നിർത്തതാവുക. ഇങ്ങനെയൊക്കെയുള്ള പരിഷ്കാരമൊക്കെ നമ്മളും കൂട്ടുന്നുണ്ട് ഇന്ന്. ആ ധുന്ധുകാരിയുടെ അമ്മ ധുന്ധുളി എവിടെ? ഇവിടെ നോക്കൂ, വേനൻ എന്ന ഒരു ഭീകരൻ. ആ ഭീകരൻ്റെ അച്ഛൻ ഭഗവാനെ ചീത്ത മകനുണ്ടായത് വളരെ നന്നായി എന്ന് ആഘോഷിച്ച് ലോകത്തിനോട് വിളിച്ചു പറഞ്ഞ് ഭഗവാന്റെ അടുത്തേക്ക് പോയി. അംഗോശ്വമേധം രാജഋഷി രാജഹാര. ആലോചിച്ച് നോക്കിയാൽ ഇതൊക്കെ നമുക്ക് അത്ഭുതം തോന്നും. നമ്മൾ കാട്ടിയിട്ട് കാര്യമില്ല എന്ന് പല തവണ പറയാറുണ്ട്. ഒരാൾ കാണിച്ചതുപോലെ ദശരഥന് യാഗം ചെയ്തു, എന്നാൽ ഞാനും ഒരു യാഗം ചെയ്തു, നല്ല
കുട്ടികളുണ്ടായാലോ എന്ന് വിചാരിച്ച് നമ്മൾ യാഗം ചെയ്താൽ ശ്രീരാമൻ ഉണ്ടാവാൻ പോകണ്ടോ? ആലോചിച്ച് നോക്കൂ. രാമലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാർ ഒരേ ഒരു ഈശ്വരൻ 4 രൂപത്തിൽ ദശരഥ മഹാരാജാവിന് കിട്ടിയെങ്കിൽ യാഗം ചെയ്തതിൻ്റെ ഫലം അതുപോലെ എത്ര ആളുകൾ യാഗം ചെയ്തു. ഇവിടെ ഇയാളും യാഗം ചെയ്തതാണ് അംഗമഹാരാജാവ്. പാവം. എന്നിട്ടോ കിട്ടിയത് പാവം അദ്ദേഹത്തിന് കൊണ്ടുവന്ന് കൊടുത്തത്. അപ്പോൾ ഒരു കുരുത്തക്കേട് പറ്റി. നമ്മൾ ചിലർ ഒന്നങ്ങോട്ട് പ്രസാദം കഴിക്കാൻ ഭാവിക്കുമ്പോൾ മാറി ഒന്ന് തുമ്മി അല്ലെങ്കിൽ ഒന്ന് ചുമച്ചു. പ്രസാദം തീർത്ഥം കഴിക്കാൻ ഭാവിച്ചു തെറിച്ചു പോയി, ചുമയും തുമ്മലും കാരണം എന്നൊക്കെ പറയണ പോലെ പ്രസാദം കിട്ടിയത് അതിനോടുള്ള ബഹുമാനം കൊണ്ട് പലരും ആഘ്രാണിക്കാറുണ്ട്. പക്ഷെ ഒരു നിയമമുണ്ടത്രേ, അത് നമുക്കറിയില്ല. അത് ശാസ്ത്രങ്ങൾ പഠിച്ചവർക്കറിയാം. കഴിക്കാനുള്ളത് ആഘ്രാണിക്കരുത്, കഴിക്കാനുള്ളത് മണക്കരുത്, കഴിക്കാനുള്ളത് വാസനിക്കരുത്. ഇതൊന്നും പറഞ്ഞാൽ പോരാ, നാറ്റി നോക്കരുത് കഴിക്കാനുള്ളത് എന്നർത്ഥം. അപ്പോൾ കഴിക്കാനുള്ളത് നാറ്റി നോക്കിയാൽ, വാസനിച്ചാൽ, മണത്തി നോക്കിയാൽ അത് പിന്നെ കളയാനേ കൊള്ളുള്ളൂ. അത് ശ്രാദ്ധാദികളൊക്കെ ചെയ്യുമ്പോൾ നമ്മളോട് പറയുന്നുണ്ട്, അടുത്തിരിക്കുന്ന പുരോഹിതന്മാർ ആഘ്രാണിക്കുക എന്നിട്ട് കളയുക. അതിന് പകരം ആഘ്രാണിച്ച് സ്വന്തമായിട്ട് മിടുക്കന്മാരും ഉണ്ടത്രേ. അത് നിശ്ചയമില്ലാത്തതുകൊണ്ട് എന്തായാലും ഇവിടെ ആഘ്രാണിച്ചത് കളയാനേ പാടുള്ളൂ എന്നുള്ളതിന് പകരം ആഘ്രാണിച്ചത് അദ്ദേഹം ഭഗവാന്റെ പ്രസാദം അല്ലേ, യാഗം ചെയ്തിട്ട് കിട്ടിയ പ്രസാദം, നല്ല പ്രസാദം എന്ന് പറഞ്ഞാൽ ഭാര്യയ്ക്ക് കൊടുത്തു. അങ്കൻ്റെ ഭാര്യ പ്രസവിച്ചു, ഒരു ഉണ്ണി ഉണ്ടായി. ആ ഉണ്ണിയുടെ കഥയാണ് പറയണത്. ലോകത്തെ മുഴുവനും വെറുപ്പിക്കുന്ന വേനൽക്കാലം സൃഷ്ടിച്ചു വേനൻ എന്ന പേരിൽ. വേനൻ്റെ ഭീകരതകൾ എണ്ണി പറഞ്ഞാൽ ഒപ്പം കളിക്കുന്ന കുട്ടികളെയൊക്കെ കൊത്തി നുറുക്കുക അത്രേ, കല്ലെറിഞ്ഞും ചതച്ചും ഇടിച്ചും കൊല്ലുക. എന്നിട്ട് ഇവിടെ വന്ന് അമ്മേ ഞാൻ 3 കുട്ടിയെ കൊന്നു, 3 എണ്ണത്തിനെ വെള്ളത്തിൽ മുക്കിയും കൊന്നു. എന്നിട്ട് അതിങ്ങനെ പറഞ്ഞ് നടക്കുക. അച്ഛനും അമ്മയും അമ്പരക്കുക. രാജാവിൻ്റെ കുട്ടി രാജകുമാരൻ ചെയ്തതുകൊണ്ട് ആർക്കും ഒന്നും തിരിച്ചു ചെയ്യാനും നിവൃത്തിയില്ല. അപ്പോഴാണ് നാട്ടുകാരുടെ മുഴുവനും ആവലാതി തൻ്റെ കുഞ്ഞിനെ പറ്റിയുണ്ട് എന്ന് മനസ്സിലാക്കിയ അങ്കൻ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ സമർപ്പിച്ചു ഒരു ശ്ലോകം. ഭാഗവതത്തിൽ അത് പ്രത്യേകം. വിപദസ്സന്തു തത്ര തത്ര ജഗദ്ഗുരോ എന്ന് കുന്തിദേവി ഭഗവാന് സമർപ്പിച്ചതുപോലെ ഇദ്ദേഹം കഥപത്യം വരം മന്യേ സദപത്യാച്യുചാമ്പതാൾ നിർവിദ്യേത ഗൃഹാൻ മർത്യ യൽ ക്ലേശനിവഹാ ഗൃഹാ എന്ന വളരെ വലിയൊരു ലോകതത്വം നമുക്കൊക്കെ വേണ്ടി ഭാഗവതത്തിൽ പ്രതിഷ്ഠിക്കത്തക്കവണ്ണം സ്വർണ്ണലിപികളെ കൊണ്ട് എഴുതിയ പോലെ എഴുതി. കത്തെഴുതി വെച്ച് നാട് വിട്ടു എന്നർത്ഥം എന്ന് പറഞ്ഞാൽ വേഗം മനസ്സിലാവുക. മകൻ്റെ ഉപദ്രവം സഹിക്കാൻ വയ്യാതെ നാട് വിട്ടുപോയ രാജാവിൻ്റെ എഴുത്ത് മഹർഷിമാർ കണ്ടെടുത്തു. എന്താ അത്? അതിൽ വായിച്ചു. മഹർഷിമാർ ഉറക്കം വായിച്ചു. നല്ല മക്കളുണ്ടാവണേക്കാൾ ചീത്ത മക്കളുണ്ടാവുക സുഖം. ചീത്ത മക്കളുണ്ടായാൽ അവരുടെ ഉപദ്രവം സഹിക്കാൻ വയ്യല്ലോ എന്ന് വിചാരിച്ചെങ്കിലും ഈശ്വരനെ സേവിക്കാൻ പോകാൻ തോന്നുമല്ലോ. എനിക്കത് തോന്നി, ഞാൻ എന്താ പോണു. അങ്ങനെ അന്വേഷിച്ച് പലരും ഓടി നടന്നെങ്കിലും നിവൃത്തിയില്ല. ഈ ചീത്ത കുട്ടിയെ തന്നെ രാജാവാക്കാൻ വിധിക്കപ്പെട്ടു സജ്ജനങ്ങളായ മഹർഷിമാർ. അല്ലാണ്ട് എന്താ പറയുക? അഥവാ ഇയാൾ കസാല വലിച്ചിട്ട് അതിൻ്റെ മുകളിൽ കയറിയിരുന്നു, സ്വയം ഭരണം തുടങ്ങി. പിന്നെ ഓർഡറുകൾ ഓർഡിനൻസ് അങ്ങോട്ട് ഇറക്കുകയായി ഓരോന്ന്. അത് ഇവിടെ ശ്ലോകം കൊടുത്തിട്ടുണ്ട്. നഷ്ടവ്യം നദാതവ്യം നഹോതവ്യം ദ്വിജാക്വചിൽ ഇത് ന്യവാരയ ധർമ്മം. ധർമ്മം അർത്ഥം കാമം മോക്ഷം. അതിൽ ധർമ്മത്തിനെ ഏതൊക്കെ വിധത്തിൽ ഉപദ്രവിക്കാമോ അതൊക്കെ അയാൾ കണ്ടുപിടിച്ചു. യാഗാദികൾ ചെയ്യരുത്, യോഗാദികൾ അഭ്യസിക്കരുത്, അമ്പലത്തിൽ പോകരുത്, അമ്പലമൊക്കെ അടച്ചു പൂട്ടണം, എന്നിട്ട് അവിടെ റബ്ബർ തൈ വയ്ക്കാൻ നമുക്ക് എന്നൊക്കെ ഇന്ന് പറയണ പരിഷ്കാരികളുണ്ടല്ലോ. ഇതൊക്കെ ആദ്യം തുടങ്ങിയത് ഈ വേനൻ്റെ വായിൽ നിന്നാണ്. നിരീശ്വരവാദം, ഈശ്വരനെന്നൊന്നില്ല. മാം കർമ്മഭിർവിപ്രായത്വം, അങ്ങനെ പറയരുത് ഉണ്ണി. ഈശ്വരനുണ്ട്, ഈശ്വരനെ സേവിക്കണം. അതാണ് ഞങ്ങൾക്കൊക്കെ പറയാനുള്ളത് ഉണ്ണിയോടൊന്ന്. സജ്ജനങ്ങൾ വന്നപ്പോൾ
അവരുടെ മുമ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അയാൾ കളിയാക്കി. ബാലിശാപത യൂയം വാ ധർമ്മമാനിന ഏ വൃത്തിതം പതിമിത്വ ജാരം പതിമുപാസത്തെ. നിങ്ങളെ ഞാൻ മഹർഷിമാരായതുകൊണ്ട് കളിയാക്കി പറയല്ല. നിങ്ങൾ കുടുംബത്തിൽ പതിവ്രതയായിട്ട് കഴിയുന്ന പെണ്ണുങ്ങളോട് വന്ന് നീ ഇങ്ങനെ അയ്യേ പതിവ്രതയായിട്ട് വീട്ടിൽ കുടുംബത്തിൽ കഴിയൊന്നും വേണ്ട, നീ ഇടയ്ക്ക് ഓരോരോ ഭർത്താക്കന്മാരെ മാറ്റി സ്വീകരിക്കുക, അതാ ഞങ്ങളുടെയൊക്കെ ശീലം എന്ന് വേശ്യകൾ വന്ന് ഉപദേശിക്കുന്നത് പോലെയാണല്ലോ മഹർഷിമാരെ നിങ്ങൾ എന്നോട് ഉപദേശിക്കാൻ വരണത്. ഓ, ഇതിലധികം മഹർഷിമാരായ സജ്ജനങ്ങളെ അപമാനിക്കാൻ ഇയാൾക്കല്ലാണ്ട് ആർക്കാ പറ്റുക? ഈ വേനന് ഇത്രയും അപമാനം സഹിച്ചുകൊണ്ട് മഹർഷിമാർക്ക് അവർ നിൽക്കാൻ വയ്യ. അവരുടെ ഒരാളെ എണീറ്റ് എന്നൊരൊറ്റ വാക്ക്, ഒരു മൂളല്, അങ്ങടെ ഒന്നും പറഞ്ഞില്ല. ആ ഹുങ്കാരത്തിന് ഭാഗവതം പറയണു, ഈ പ്രപഞ്ചത്തിലുള്ള സകല നിരീശ്വരവാദികളെ ഒറ്ററ്റിന് ഇല്ലാതാക്കാനുള്ള ശക്തിയുണ്ട്. നിജഗ്നരു ഹുങ്കൃതേർവേനം. ഇപ്പുറത്ത് മൈത്രേയം പറയാ, ഹതം അച്യുത നിന്ദയാ വിതുര. പണ്ടേ തന്നെ ഈശ്വരനില്ല, ഞാനാണ് ഈശ്വരൻ, എന്നെ സേവിച്ചോ എന്ന് കളിയാക്കി പറഞ്ഞ് ഈ സജ്ജനങ്ങളെ മുഴുവനും അപമാനിച്ച അദ്ദേഹം ആ ഹുങ്കാരത്തിന് അടിമപ്പെട്ട് വീണു. എം ആർ നായർ സഞ്ജയൻ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളിൽ ഒന്നിൽ പറയുന്നുണ്ട്, താം പാതയാം പ്രഥമമാസ പപാത പശ്ചാൽ. അദ്ദേഹം പറയാം, സിംഹാസനം വീണു, ഇയാൾ വീണു, സിംഹാസനം വീണു. അപ്പം സിംഹാസനം ഇയാളുടെ മാറത്ത്, അതിൻ്റെ മുകളിൽ കയറിയിരുന്ന ആളാണ് സജ്ജനങ്ങളുടെ ഹുങ്കാരം കൊണ്ട് തേക്ക് സിംഹാസനത്തിൻ്റെ അടിയിൽ കിടക്കുന്നത്. അതാണ് സിംഹാസനത്തിൻ്റെ അടിയിലായി അയാൾ. മഹർഷിമാർ വേഗം ആലോചിച്ചു. അമ്മ ഉണ്ണിയുടെ ശവശരീരം എണ്ണത്തോണിയിലിട്ട് സൂക്ഷിച്ചു. ഒരാൾ ഇന്നലെ രാത്രിയിലുള്ള ഇയാളുടെ നിരീശ്വരവാദം സജ്ജനങ്ങളെ നിന്ദിക്കുക, അങ്ങനെയൊക്കെയുള്ള മീറ്റിങ്ങിൽ പരിപ്പുവടയും കട്ടൻ കാപ്പിയും കഴിക്കാൻ വന്നവരെ ഒന്നും ഇന്നില്ല. ചത്തപ്പോൾ ആരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല അത്രേ. പിന്നെ നോക്കൂ, സുനീത എന്ന അമ്മയുടെ ഒരു ഗതികേട്. തൻ്റെ മകൻ്റെ ശരീരം തോണിയിലിട്ടിങ്ങനെ പ്രാന്ത് പിടിച്ച പോലെ നോക്കിയിരിക്കുക. അവിടെയും സഹായിക്കാൻ സജ്ജനങ്ങൾ വേണ്ടി വന്നു. അവർ വന്ന് എണ്ണത്തോണിയിൽ നിന്ന് ഇതാ സാക്ഷാൽ പൃഥുമഹാരാജാവിൻ്റെ അവതാരം ഉണ്ടാവാൻ പോകുന്ന ആ ശരീരം, ശവശരീരം, ശിവം, അതിലത്തെ വള്ളി മാഞ്ഞുപോയി ഇയാളുടെ ദുഷ്ടപ്രവൃത്തി കൊണ്ട്. അപ്പോൾ പാകായി. ശിവം നെയ്തിട്ട് വള്ളി മാറ്റാൽ അത് ശവം. അതെ, ആ ശവമാണ് അമ്മ പ്രാന്ത് പിടിച്ച പോലെ ഇങ്ങനെ കാത്തുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞുല്ലോ, ആരും സഹായിക്കാൻ വന്നില്ല. അപ്പം മഹർഷിമാർ വന്ന് തോണിയിൽ നിന്ന് ഉണ്ണിയെടുത്ത് അവർ മഥനം ചെയ്തു. അവരുടെ ഇതാണ് ഭഗവാൻ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മഥനം ചെയ്തപ്പോൾ പൃഥുമഹാരാജാവ് ആ വേനൻ്റെ കയ്യിൽ നിന്ന് ഉദ്ഭവിച്ചു. ക്ഷതാൽ കില ത്രായത ഇത്യുദഗ്ര ക്ഷത്രസ്യ ശബ്ദോ ഭുവനേഷു രൂഢ. കാളിദാസൻ പറയുന്നുണ്ട്. അത് ഇവിടെ ഇങ്ങനെ കണ്ടു. മഹർഷിമാരുടെ മന്ത്രത്തിൻ്റെ ശക്തി ഈ വേനൽക്കാലത്ത് പെയ്യുന്ന കാരുണ്യവൃഷ്ടി ഭൂമിയിൽ മുഴുവനും ഉണ്ടാവാൻ പാകത്തിന് പാലാഴിയുടെ തിരമാലകളടിക്കുന്ന രീതിയിലാവാൻ പാകത്തിന് ഭഗവാൻ മഹാലക്ഷ്മി വല്ലഭൻ മഹാലക്ഷ്മിയോടുകൂടെ കയ്യിൽ നിന്ന് അവതരിച്ചു എന്ന് പറഞ്ഞു. വേനൻ്റെ കഥയുടെ ഒടുവിൽ പൃഥുചരിത്രമാണ് ഇനി നമുക്ക് കേൾക്കേണ്ടത്. അത് അടുത്ത ഘട്ടങ്ങളിൽ നമുക്ക് അനുസ്മരിക്കാം. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.